അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഖമർ 8 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. പിന്നെ കഴിഞ്ഞ ആയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ചന്ദ്രൻ പിളർന്ന സംഭവം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നത് ഇതല്ല വലിയ അത്ഭുതങ്ങൾ ചരിത്രത്തിൽ വന്നിട്ടും മനുഷ്യരെന്താണ് അത് എപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തെളിവല്ല പ്രശ്നം, ആൾക്കാർക്ക് വിശ്വസിക്കാനുള്ള മനസ്സാണ് പ്രശ്നം എന്നുള്ളതാണ് കഴിഞ്ഞ ആയത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആ ആയത്തുകൾക്കിടയിൽ അള്ളാഹു ചരിത്രത്തിൽ നിന്നും ധാരാളം തെളിവുകൾ, പിന്നെ അവർക്ക് തെളിവ് ബോധ്യമാകുന്ന രീതിയിൽ ചരിത്രത്തിൽ നിന്ന് ധാരാളം തെളിവുകളുണ്ട് എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു. അടുത്ത ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയത്തുകൾ. അപ്പം കഴിഞ്ഞ ആയത്തുകളിൽ ഈ സൂറ ഖമർ പറയുന്ന പ്രധാന വിഷയം, എത്രയൊക്കെ തെളിവുകൾ മനുഷ്യന് വന്നാലും വിശ്വസിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവർ വിശ്വസിക്കാൻ നിൽക്കില്ല. അതിന് ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. ഇപ്പോൾ 9-ാമത്തെ ആയത്ത് എടുത്തു കഴിഞ്ഞാൽ കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദന വഖാലു മജ്നൂനുൻ വസ്ദുജിർ. അപ്പോൾ കദ്ദബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്ദീബ്, കളവാക്കുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ സത്യം അറിഞ്ഞിട്ടും അതിനെ കളവാക്കുന്നതാണ് കദ്ദബത് ഖബ്ലഹും. അപ്പോൾ ഇവർക്ക് മുന്നേ, ആർക്ക് മുന്നെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ്. മക്കയിലെ അവരെന്ത് ചെയ്തു? ചന്ദ്രനെ കണ്ടു, എന്നിട്ട് അതിനെ പോലും നിഷേധിച്ചു. ചന്ദ്രൻ പിളരുന്നത് കണ്ടു, അതിനെ പോലും നിഷേധിച്ചു. അപ്പോൾ അള്ളാഹു പറയണത്, ഇവർക്ക് മുന്നേ ഖൗമു നൂഹിന്റെ ജനതയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ ഇതേ നിലപാട് എടുത്തിട്ടുണ്ട്. ഫകദ്ദബു അബ്ദന, അവരെന്താ ചെയ്തത്? എൻ്റെ അബ്ദിനെ, എൻ്റെ അടിമയെ എന്ത് ചെയ്തു? അവര് കളവാക്കി. വഖാലു മജ്നൂനുൻ വസ്ദുജിർ, അവര് വിളിച്ചു എന്ത്? മജ്നൂനാണ്. മജ്നൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആളാണ്. അത് പറയാനൊരു കാരണം, വഹീനെ കുറിച്ചൊക്കെ ഉള്ള അവരുടെ ധാരണ എന്ന് പറയുന്നത് ജിന്നുകൾ വഴി ആൾക്കാർ തോന്നിയതൊക്കെ പറയുന്നതാണ്. മജ്നൂനുൻ വസ്ദുജിർ എന്നുള്ള പ്രയോഗം വളരെ പ്രസക്തമാണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആയത്തുകളിൽ മുസ്ദജർ എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇതിനു മുന്നേ വലഖദ് ജാഅഹും മിൻ അംബാഇ മാ ഫീഹി മുസ്ദജർ എന്ന് പ്രയോഗമുണ്ട് കഴിഞ്ഞ 4-ാമത്തെ ആയത്തിൽ. ഇവർക്ക് മുന്നേ ധാരാളം ചരിത്രപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് ഓൾറെഡി തെളിവുകൾ വന്നിട്ടുണ്ട്. മുസ്ദജർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരാളെ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ മാത്രമുള്ള ഒരു സാധനം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം നമ്മളെ പിന്തിരിപ്പിക്കാൻ മാത്രം ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് മുസ്ദജർ എന്ന് പറയുക. ഇവിടെ ആ പ്രയോഗം പ്രയോഗിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ചരിത്രത്തിൽ ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കാൻ മാത്രം. ഇവിടെ അള്ളാഹു അതേ പദം മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്, വസ്ദുജിർ. അവരെന്ത് ചെയ്തു? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പിന്തിരിപ്പിച്ചു എന്നാണ് ഇവിടെ ഉപയോഗിച്ച പ്രയോഗം. അപ്പം ഒരേ വാക്ക് ഉപയോഗിച്ച് തന്നെ 2 വിരുദ്ധമായ അർത്ഥങ്ങളാണ് ഉള്ളത് ഒരേ സൂറത്ത് തന്നെ. ആദ്യത്തേത് സത്യത്തിലേക്ക് നിഷേധത്തിലേക്ക് അടുക്കുന്നവരെ തെറ്റിക്കാൻ മാത്രമുള്ളൊരു സാധനം എന്ന അർത്ഥത്തിൽ മുസ്ദജർ എന്ന് ഉപയോഗിക്കുന്നു. ഇവിടെ അവരെന്ത് ചെയ്തു? നൂഹ് നബി അലൈഹി ഇസ്ലാം സത്യം കൊണ്ടുവരുമ്പം ആ പ്രവർത്തനത്തിൽ നിന്നും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ തെറ്റിക്കാൻ അവർ ചെയ്തു എന്നതിന് വസ്ദുജിർ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഖുർആന്റെ ഒരു ശൈലിയാണ്. 10-ാമത്തെ ആയത്തില് ഫദാ റബ്ബഹു. അപ്പൊ എന്ത് ചെയ്തു? ദാ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. അദ്ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് യുദ്ധത്തിലൊക്കെ കുതിരകളുടെ കരച്ചിൽ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ദൗർബല്യത്തിൽ നിന്നുകൊണ്ട് സഹായത്തിന് വേണ്ടി കേഴുന്നതാണ് എന്ത്? ദുആ എന്ന് പറയുന്നത്. ഏതർത്ഥത്തിലും നമ്മുടെ നിസ്സഹായതയിൽ നിന്നും അള്ളാഹിനോടുള്ള നമ്മുടെ കേഴലും വിളിക്കലുമാണെന്ത്? ദുആ. അപ്പോൾ ഫദാ, അപ്പോൾ എന്ത് ചെയ്തു? ഫദാ, നൂഹ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, വിളിച്ചു. റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ. അന്നീ മഗ്ലൂബുൻ,
ഞാൻ എന്താണ് മഗ്ലൂബ്. മഗ്ലൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് പിടിക്കാന്നാണ്. ഗലബ് എന്ന് പറഞ്ഞാൽ കഴുത്തിന് പിടിക്കാന്നാണ് അർത്ഥം. അപ്പൊ മേൽക്കൈ നേടുക എന്നുള്ള അർത്ഥമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് പരാജയപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നത്. ഒരാളെ കഴുത്തിന് പിടിച്ചിട്ട് നമ്മൾ മേൽക്കൈ നേടുന്നതിനാണ് അയാളെ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് മഗ്ലൂബ്. മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ പരാജയം. അന്നീ മഗ്ലൂബുൻ, ഞാൻ പരാജിതനായിരിക്കുന്നു. ഫൻ തസിർ, അപ്പൊ എന്ത് ചെയ്യുക, നീ എന്നെ സഹായിക്കുക. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. 11-ാമത്തെ ആയത്തില് അള്ളാന്റെ റെസ്പോൺസ് ആണ്. അപ്പം ഈ 3 ആയത്തുകളിൽ യഥാർത്ഥത്തിൽ 950 വർഷം കവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തതിൽ എന്ത് പറഞ്ഞു, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കളവാക്കി. നൂഹ് നബി അലൈഹി ഇസ്ലാം എന്താ ചെയ്യുന്നത്, അള്ളാഹിനോട് ദുആ ചെയ്തു. 3-ാമത്തെ ആയത്തില് ഫഫതഹ്ന അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഫഫതഹ്ന, നാം എന്ത് ചെയ്തു, തുറന്നു. അബ്വാബസ് സമാ, എന്താണ്, ആകാശത്തിലെ കവാടങ്ങൾ, വാതിലുകൾ തുറന്നു. ബിമാഇൻ മുൻഹമിർ, എന്താണ്, കോരിച്ചെരിയുന്ന വെള്ളം കൊണ്ടെന്ത് ചെയ്തു, ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നപ്പം നമുക്കറിയാം പ്രളയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 12-ാമത്തെ ആയത്തില് വഫജ്ജർനൽ അർള ഉയൂന, ഭൂമിയിൽ നാം എന്ത് ചെയ്തു, ഉറവകൾ പൊട്ടിച്ചു. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, ഭയങ്കര പ്രയോഗമാണ്, സുന്ദരമായ പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ഫൽതഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടലാണ്. ഫൽതഖൽ മാ, വെള്ളങ്ങൾ എന്ത് ചെയ്തു, കണ്ടുമുട്ടി. അലാ അംരിൻ, ഒരു കാര്യത്തിന് വേണ്ടി. ഖദ് ഖുദിർ, ആദ്യമേ നിർണയിച്ച ഒരു കാര്യത്തിന് വേണ്ടി വെള്ളങ്ങൾ എന്ത് ചെയ്തു, കണ്ടുമുട്ടി എന്നാണ്. എന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് വെള്ളം എന്ത് ചെയ്തു, വെള്ളം പൊട്ടി. ഭൂമിയിൽ നിന്നും ഉറവിയും പൊട്ടി. ഈ വെള്ളങ്ങളൊക്കെ കൂടി അള്ളാഹ് തീരുമാനിച്ചൊരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, പ്രകൃതി മൊത്തം കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇവിടെ പ്രയോഗം. 13-ാമത്തെ ആയത്തില് വഹമൽനാഹു, അപ്പൊ എന്ത് ചെയ്തു, അള്ളാഹു, നാം അദ്ദേഹത്തെ വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ വദുസുർ. അൽവാഹ് എന്ന് പറഞ്ഞാൽ പലകകൾ, ദുസുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണികൾ. അപ്പൊ പലകളും ആണികളൊക്കെ ഇട്ട് വളരെ സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു കപ്പൽ എന്ത് ചെയ്തു, നാം അദ്ദേഹത്തെ വഹിച്ചു. 14-ാമത്തെ ആയത്തില് തജ്രീബി അയുനിന, ഭയങ്കര പ്രയോഗമാണ്. തജ്രീബി അയുനിന എന്ന് പറഞ്ഞാല് എൻ്റെ കണ്ണിന്റെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്തു, അത് സഞ്ചരിച്ചു. ആ കപ്പൽ അയുനിന, എൻ്റെ കണ്ണിന്റെ മേൽനോട്ടത്തിൽ സഞ്ചരിച്ചു. ജസാഅൻ ലിമൻ കാന കുഫിർ, ഇത് ആർക്കുള്ള പ്രതിഫലമാണ്, ലിമൻ കാന കുഫിർ. ഈ കുഫിർ എന്നുള്ള പ്രയോഗം നമ്മൾ അധികം നമ്മൾ ഉപയോഗിക്കാത്ത. കാഫിർ ആരാണ്, നിഷേധിക്കുന്നവനാണ്. കുഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി ഇസ്ലാം എന്താണ്, അവരാൽ നിഷേധിക്കപ്പെട്ടവനാണ്. അതാണ് കുഫിർ. നിഷേധിക്കപ്പെട്ടവർക്കുള്ള പ്രതിഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ചെയ്തു എന്നാണ് അള്ളാഹ് പറയുന്നത്. വലക്കത് തറക്നാഹ, ഞാൻ എന്ത് ചെയ്തു, ഇതിനെ അവശേഷിപ്പിച്ചു. ആയത്തൻ, ഒരു ദൃഷ്ടാന്തമായി, ഒരു തെളിവായിട്ട്. എന്നിട്ടൊരു ചോദ്യമാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ആരെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കുന്നവർ ഉണ്ടോ? അത് നമ്മളോടും കൂടിയുള്ള ചോദ്യമാണ്. ഫകൈഫ കാന അദാബി വനുദിർ, അടുത്ത ചോദ്യമാണ്. ഫകൈഫ കാന അദാബി വനുദിർ, എൻ്റെ ശിക്ഷയും മുന്നറിയിപ്പും എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. സൂറ ഖമറിൽ ഈ ചോദ്യം 4 തവണ ഈ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അവർക്ക് അള്ളാഹു കൊണ്ടുവന്ന ശിക്ഷയെ പറഞ്ഞുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, കൈഫ കാന അദാബി വനുദിർ എന്നുള്ളത്. അപ്പം എന്താണ് വിഷയം? ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രമാണ് ഇവിടെ വിഷയം. ചരിത്രപരമായിട്ട് ഇന്ന് നടന്ന തന്നെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനാണ് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചരിത്രം. എന്ന് വെച്ചാൽ പ്രകൃതി ഉപയോഗിക്കുന്നുണ്ട്, സയൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ എന്ത് ചെയ്യുന്നത്, ചരിത്രം പറയുന്നത്. ചരിത്രം പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജനിച്ചു, ഒരാൾ ഇന്നടുത്ത് പോയി, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത് ഖുർആൻ ചരിത്രം പറയുന്നത്. ഖുർആൻ ചരിത്രം പറയുന്നത് ജീവിതത്തിൽ നമുക്ക് പാഠം നൽകാനാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ചരിത്രം തന്നെ 15 സൂറത്തുകളിലുണ്ട്. 15 സൂറത്തുകളിൽ, ഈ 15 സൂറത്തിലും റിപ്പീറ്റേഷൻ അല്ല, ഓരോ സൂറത്തിലും അന്നേരം പറഞ്ഞ വിഷയങ്ങൾക്ക് കണക്റ്റഡ് ആയിക്കൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയം അവതരിപ്പിക്കുകയാണ് അള്ളാഹ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം പഠിപ്പിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഓരോരുത്തരുടെ ചരിത്രം അള്ളാഹ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറെ പ്രയോഗങ്ങളുണ്ട്. അതാണ് പാഠം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തിനാണ് നമ്മൾ ചരിത്രം കൊണ്ട് എന്താണ് ഉപയോഗം എന്നത് എന്തിനാ അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കും? സ്കൂളിലൊക്കെ ചരിത്രം പറയുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും. എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക്
അറിയുള്ളൂ, നമുക്ക് എന്തൊക്കെ ആകാൻ കഴിയും എന്ന് അറിയുള്ളൂ. ഇതൊക്കെ മുന്നേയും നടന്നതാണ് എന്ന ആത്മവിശ്വാസവും സമാധാനവും നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു ചരിത്രം ഖുർആനിൽ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം ആയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പം ആ ദൗത്യത്തിൽ എപ്പോഴൊക്കെ കാലിടറുമ്പോഴും അള്ളാഹു പറയാണ്, ഇത് നീ മാത്രം ചെയ്ത പണിയല്ല, ഈ പണി എന്ത് ചെയ്തിട്ടുണ്ട്, നിനക്ക് മുന്നേ ഇതിലും കടുപ്പമുള്ള പണി എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ ആൾക്കാരെടുത്തിട്ട് അവരുടെ ജീവിതം പറഞ്ഞ് അങ്ങനെയാണ്. അപ്പൊ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാൻ കാരണം ഒന്നത് പാഠം മുന്നേയും ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പഠിക്കാനാണ്. രണ്ടാമത് ഖുർആനിൽ ഇപ്പൊ അള്ളാഹ് പറയുന്നത് വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹിന്റെ സുന്നത്ത് എന്ത് ചെയ്യൂല, മാറൂല. അള്ളാഹിന്റെ സുന്നത്ത് മാറൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഇന്ന് നടക്കുന്ന സംഭവം നമുക്ക് ഭയങ്കര പുതിയതായിട്ട് തോന്നുമെങ്കിലും ചരിത്രപരമായിട്ട് അന്നും ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സംഭവമാണ്. സത്യം വരുന്നു, അതിന് കൂടെയുള്ളവർ കുറച്ച് പേരുണ്ടാവുന്നു, അപ്പുറത്ത് കുറേ പേരുണ്ടാവുന്നു, ഇവർ കുറേ അക്രമം അനുഭവിക്കുന്നു, അവർ സഹായത്തെക്കുറിച്ച് സംശയിക്കുന്നു, അള്ളാഹിന്റെ സഹായം എവിടെയെന്ന് ആലോചിക്കുന്നു. ഇത് ചരിത്രത്തിൽ അള്ളാഹിന്റെ ഈ സുന്നത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്നും കൂടി പഠിക്കുന്നത്. സൂറ ഹൂദില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, എല്ലാ പ്രവാചകന്മാരുടെ വർത്തമാനം നിന്റെ മനസ്സിന് മാ നുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് എന്ന്. നമുക്കും ഇത് വലിയ പാടാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് പറയുമ്പം നമ്മൾ ഇന്നത്തെ കുറച്ച് സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. എന്തിനാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന എല്ലാ പ്രവാചകന്മാരെയും പഠിക്കണം. പക്ഷെ നൂഹ് നബി അലൈഹി സ്വലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ധാരാളമായി പഠിക്കേണ്ടുന്ന ഒരു പ്രവാചകനാണ്. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിനെ ഖുർആനിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അതിലേക്ക് നമ്മൾ പോയാൽ നൂഹ് നബി അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ ഏകദേശം ഒരു BC 3900 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാം പ്രവാചകൻ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മെസ്സപ്പൊട്ടോമിയ സിവിലൈസേഷൻ നമുക്ക് ഓർമ്മയാണ്. എന്ന് വെച്ചാൽ സുമേറിയൻ മെസ്സപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ ആദ്യത്തെ നാഗരികതയാണ്. ആ സമയത്താകണം എന്ത് ചെയ്യേണ്ടത്, നൂഹ് നബി അലൈഹി ഇസ്ലാം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രളയകഥ ഒരുവിധ എല്ലാ മതത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലുണ്ട്, ബൈബിളിലുണ്ട്, തോറയിലുണ്ട്, ഇതുണ്ട്. ഹിന്ദു അതിൽ മനുവിൻ്റെ കഥ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മനു എന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരു മത്സ്യം വന്നിട്ട് ഒരു പ്രളയം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു കപ്പലിൽ രക്ഷപ്പെട്ടുകൊണ്ടൊരു പർവ്വതത്തിന്റെ മുകളിൽ പോകുന്ന കഥ എന്തുണ്ട്, ഹിന്ദുയിസത്തിൽ ഉണ്ട്. ഇതേപോലെ തന്നെ ധാരാളം ഇങ്ങനെ ചരിത്രം ഈ പ്രളയത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാം ആദ്യത്തെ പ്രവാചകനും രണ്ടാമത്തെ ആദം നബി അലൈഹി സ്വലാമിന് ശേഷമുള്ള പ്രവാചകനും അതിലൂടെ പ്രളയത്തിലൂടെ ലോകത്തുടനീളം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മതത്തിൻ്റെയും ഒരു സത്ത വരുന്നത് അതിൽ നിന്നാണെന്നുള്ളൊരു തെളിവ് കൂടി അതിലുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ജീവിച്ചിരുന്നു എന്നുള്ളത് ഖുർആൻ തെളിവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചരിത്രപരമായിട്ട് ചരിത്രം ആ സമയത്ത് ആരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സൂറ അൻകബൂത്തിൽ 14-ാമത്തെ ആയത്തില് ഫലബിസ ഫീഹിം അൽഫസനത്തിൻ ഇല്ലാ 50 ആമ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, 1000 വർഷം 50 വർഷം കുറവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1000 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് 950 വർഷം ജീവിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഒരു മകൻ ഉണ്ടായിരുന്നു എന്നത് ഖുർആനിലുണ്ട്. ഒരു ഭാര്യയെ കുറിച്ചും എന്തുണ്ട്, ഖുർആനിലുണ്ട്. അവർ രണ്ടുപേരും എന്താണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിരുന്നില്ല, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം. മൂന്നാമത് ഖുർആൻ നമുക്ക് തരുന്ന പാഠം, ഖുർആൻ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഖുർആൻ തരുന്ന പാഠം, ആ ജനത വിഗ്രഹാരാധകരായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. സൂറ നൂഹില് വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വയഊക വനസ്റ. വദ്, സുവാ, യഊക്ക്, യഊസ്, നസ്ർ, ഇങ്ങനെ 5 വിഗ്രഹങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ തന്നെ പറയുന്നത്. അപ്പം നമുക്കുണ്ടാകേണ്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇറാഖ്, ഇന്നത്തെ ഇറാഖിന്റെ ആ പ്രദേശത്താണ് ജീവിച്ചത്. 950 വർഷം ജീവിച്ചിട്ടുണ്ട്. ആ ജനത എന്താണ്, ഒരു വിഗ്രഹാരാധനായിരുന്നു. അതേപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ആ നാട്ടിലെ പ്രമാണിമാരാണെന്ന് ഖുർആൻ നിരന്തരം പറയുന്നുണ്ട്. ഖുർആൻ ഉപയോഗിക്കുന്ന പദം മല എന്നാണ്. വഖാലൽ മലഉ മിൻ ഖൗമിഹി എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഖുർആൻ തരുന്ന പാഠമാണ്.
അഞ്ചാമത് ഖുർആൻ തരുന്ന പാഠം, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക്, പിന്നെ ഇത് നമുക്ക് ശരിക്കും മനുഷ്യന്മാരെ കുറിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. ആ സമയത്തും ജാതീയത ഉണ്ടായിരുന്നു എന്നുള്ളത്, ഉച്ചനീചത്വങ്ങൾ ഏത് സമയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്? മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രം തുടങ്ങുന്ന ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്, ആദ്യത്തെ നാഗരികത. അപ്പൊ അവരുടെ നേതാക്കന്മാർ പറയുന്നത് ഇല്ലല്ലദീനഹും അറാദിലുന എന്ന് പറയുന്നുണ്ട്. അറാദിൽ, നിന്നെ പിന്തുടരുന്നത് അറാദിലുകൾ മാത്രമാണല്ലോ നൂഹെ എന്ന് ആര് പറയുന്നുണ്ട്? പ്രമാണിമാർ പറയും. അറാദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന അധമന്മാർ, താഴ്ന്ന വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ ഖുർആൻ തരുന്ന ആറാമത്തെ ഒരു ഇൻഫർമേഷൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോയി നിൽക്കുന്നത് ജൂതി പിന്നെ പർവ്വതത്തിന്റെ മുകളിൽ, ഇന്നത്തെ തുർക്കി ഉള്ള സ്ഥലമാണ് ജൂതി പർവ്വതം. സൂറ ഹൂദില് വസ്തവത് അലൽ ജൂതി എന്ന് പറയുന്നുണ്ട്. എന്താണ്? ജൂതി എന്നുള്ള പർവ്വതത്തിന്റെ അടുത്താണ് കപ്പൽ പോയി നിൽക്കുന്നത് എന്നും. ഇത്രയാണ് ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചരിത്രപരമായിട്ടുള്ള ഇൻഫർമേഷൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമുക്ക് തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, ഖുർആനിൽ നിന്ന് പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഭയങ്കര ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഇൻഫർമേഷൻ തരുന്ന സാധനം, മനുഷ്യരുടെ പ്രശ്നം എല്ലാ കാലത്തും ഒന്നാണ് എന്ന് കാണാൻ പറ്റും. മാറുന്നത് സാങ്കേതികതയും പിന്നെ ബിൽഡിങ്ങുകളും ജീവിത സൗകര്യങ്ങളും ഇതൊക്കെയാണ്, ടെക്നോളജി, ഇതൊക്കെയാണ് മാറുന്നത്. മനുഷ്യന് അന്നും അസൂയുണ്ട്, അന്നും പിന്നെ എന്താണ് തക്ദീബുണ്ട്, അന്നും ഉച്ചനീചത്വങ്ങളുണ്ട്, അന്നും പണക്കാരും പാവപ്പെട്ടവരുമുണ്ട്, അന്നും അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നവും സത്യം അസത്യം എന്ന ധാർമ്മികതയും ഒക്കെ എല്ലാ കാലത്തും ഒന്നാണ് എന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നൽകുന്ന വലിയൊരു പാഠമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, സത്യത്തോടുള്ള അവരുടെ നിലപാട് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചനീചത്വങ്ങളാണ്. എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ആ സമൂഹത്തിലെ പ്രമാണിമാരാണ്. എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മതത്തിൽ ആദ്യം വിശ്വസിച്ചത് അവിടുത്തെ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരാണ്. ഇത് നിങ്ങൾക്ക് നമുക്ക് മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ആദ്യം വിശ്വസിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കാണ് ആവശ്യം, അവർക്കാണ് സഹായം ആവശ്യം. പ്രമാണിമാർക്ക് അല്ലെങ്കിൽ പിന്നെ എല്ലാം തികഞ്ഞവർക്ക് പൊതുവെ ദൈവത്തിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം അവർ എല്ലാ കംഫർട്ട് സോണിലുമാണ്. ഇത് തരുന്നൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പം നമ്മൾ പലപ്പോഴും അള്ളാനെ ഓർക്കാറില്ല. നമുക്ക് ദുഃഖം വരുമ്പോഴും ആവശ്യം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ജനത ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിലെ എതിർത്തിരുന്ന ജനത പ്രമാണിമാരാണ്. ആ പ്രമാണിമാരെ എതിർക്കാനുള്ള കാരണം അന്നും ഇന്നും ഒന്നാണ്. എന്ത്? പ്രശ്നമില്ലാതെ നിസ്സഹായത മനസ്സിലാക്കാതെ, സ്വന്തം നിസ്സാരത മനസ്സിലാക്കാതാണ് കാണാൻ പറ്റും. രണ്ടാമത്, അവരുടെ പ്രശ്നം വ്യക്തിപൂജയാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സമൂഹത്തിൽ മുന്നേ ജീവിച്ചു മരിച്ചുപോയ മഹാന്മാർ ആയിരുന്നു. മുന്നേ ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരെയാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നത്? ദൈവമാക്കി വിഗ്രഹമാക്കി മാറ്റുന്നത്. അന്നത്തെ അതേ പ്രശ്നം എന്തുണ്ട്? ഇന്നുമുണ്ട്. ഇന്ന് വിഗ്രഹാരാധനയെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. മനുഷ്യൻ ദൈവമായി മാറുന്ന, മനുഷ്യർ മഹാന്മാരും ദൈവത്തെക്കാൾ വലിയ സഹായങ്ങളുമായി മാറുന്ന പ്രശ്നം എന്തുണ്ട്? ഇന്നും മനുഷ്യർക്കുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിൽ എല്ലാ കാലത്തും മനുഷ്യരുടെ പ്രശ്നം എന്താണ് എന്ന് കാണാൻ പറ്റും. ഇസ്ലാം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ എപ്പോഴും നിർവഹിച്ച ഒരു ദൗത്യം മനുഷ്യന്റെ നിലയിൽ നിർത്തുകയും ദൈവത്തിന്റെ ആ ഒരു സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു ഖുർആനിൽ ഒരു പരിധിയിലപ്പുറം പ്രവാചകൻ എന്ത് ചെയ്യൂല, മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹിന്റെ ആ ഒരു ഇതിൽ നിന്ന് വഹീന്റെ കാര്യത്തിൽ, അത്ഭുതത്തിന്റെ കാര്യത്തിൽ. അപ്പം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തിപൂജയാണ് എന്ന് കാണാൻ പറ്റും. മൂന്നാമത്തെ പ്രശ്നം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, ഈ സൂറത്ത് പറയുന്നത് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് എന്നാണ്. തക്ദീബാണ്. തക്ദീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം അറിയാം, പക്ഷെ അതെന്ത് ചെയ്യുന്നു? അതിനെ കളവാക്കിയിട്ട് അവതരിപ്പിക്കുന്നു. ഇന്നും യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് അടുക്കാത്തതിന്റെ, മനുഷ്യർ സത്യത്തെ നിഷേധിക്കുന്നതിന്റെ കാരണം സ്വന്തം ഈഗോ കാരണവും സ്വാർത്ഥത കാരണവും സത്യം അറിയുന്നു, പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? കളവാക്കുന്നു എന്നുള്ളതാണ്. നാലാമത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ പ്രശ്നം
അഭൗതികമായ സത്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സ്. ഇപ്പൊ നിങ്ങൾ യുക്തിവാദികളെ നോക്കിയാലും ആരെ നോക്കിയാലും കാണാൻ കഴിയാത്ത ഒരു കാര്യത്തിന്റെ പോസിബിലിറ്റിനെ കുറിച്ച് ചർച്ച തുടങ്ങാൻ പോലും എന്ത് ചെയ്യൂല, അവർ നിൽക്കൂല എന്നുള്ളതാണ്. ഒരു വേറൊരു പോസിബിലിറ്റി, അഭൗതികത, ഒരു മനുഷ്യന് വഹി കിട്ടാൻ സാധ്യത ഉണ്ടോ, അള്ള ഉണ്ടോ, സ്വർഗമുണ്ടോ എന്ന അഭൗതികതയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അവരുടെ നാലാമത്തെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് വഖാലു മജ്നൂനുൻ വസ്ജുജിർ, നീ എന്താണ്, നീ പറയുന്നത് പ്രാന്താണ്, നീ പറയുന്നത് എന്താണ്, നിനക്ക് തോന്നിയതാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറ അറാഫിൽ 63-ാമത്തെ ആയത്തില് അവ അജിബ്തും അൻജാഅക്കും ദിക്റും മിർ റബ്ബിക്കും എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്നും കുറെ സന്ദേശം വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ എന്ന് പറയുന്നത് അവരുടെ പ്രശ്നം അതാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പാഠം മനുഷ്യർ സത്യം നിഷേധിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ചരിത്രത്തിൽ മുന്നേയും ഇപ്പോഴും എപ്പോഴും എന്താണ്, ഒന്നാണ് എന്നുള്ളതാണ്. രണ്ടാമത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം, നൂഹ് നബി അലൈഹി, ഓരോ പ്രവാചകന്മാരെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്ക് ഓരോ പാഠങ്ങൾ, ഓരോ മൂല്യങ്ങൾ കിട്ടും. ഇപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ ശുക്രിന്റെ വലിയ പാഠം കിട്ടും. എല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിൽ ശുക്ർ ചെയ്യുന്ന ജീവിതം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം തരുന്നത് തവക്കുലും ക്ഷമയും അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 950 വർഷം കാര്യമായി ഭൗതികമായിട്ട് ഒരു വിജയവും ഇല്ലാതെ ഒരാള് ഒരു മാർഗത്തിൽ പണിയെടുക്കുക, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത, നമ്മുടെ ഈമാന് എവിടെ തകരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസം നമുക്ക് വലിയ പ്രതിസന്ധി വന്നിട്ട് അള്ളാഹിന്റെ സഹായം, ഭൗതികമായ സഹായം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തകർന്ന് ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കും. 950 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിന്റെ 9 ടൈംസ് ആണ്. 950 വർഷം പ്രത്യേകിച്ച് ഭൗതികമായിട്ട് ഒരു വിജയവും ഇല്ലാതെ ഒരു പാതയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം തരുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത്. നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കമ്പയർ ചെയ്യേണ്ടത് ഈ വശമാണ് എന്ന് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇസ്ലാം അള്ളാഹു ഖുർആനിൽ ആദ്യം മുതൽ പറയുന്ന ഈ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക വിജയങ്ങളല്ല, വിജയ പരാജയങ്ങളല്ല ഒരു മുസ്ലിമിന്റെ മാനദണ്ഡം. നമ്മൾ ഗസയെ കുറിച്ച് നോക്കുമ്പം അല്ലെങ്കിൽ ധാരാളം മനുഷ്യർ മരിച്ചു വീഴുന്നത് കാണുമ്പം നമുക്ക് അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ സഹായത്തെക്കുറിച്ചും എവിടെയെങ്കിലും സംശയം വരുമ്പം ഇസ്ലാം അതിൻ്റെ ആദ്യത്തെ പാഠമായി പറയുന്നത് ഭൗതിക വിജയ പരാജയങ്ങളല്ല ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന് കാണാൻ പറ്റും. നമ്മളെ ദൗത്യം എന്ന് പറയുന്നത് പരമാവധി പരിശ്രമം, ഒരു തന്ന ഉത്തരവാദിത്തം പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് വിജയം വരാതിരിക്കാം, പരലോകത്തെ വിജയം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവന്റെ പ്രയത്നത്തിന്റെ അവസാനം. നമ്മൾ പരലോകം തന്നെ പറയുമ്പോൾ തന്നെ ആ പരലോകത്താണോ എന്ന്, പരലോകമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്. ഇനി ഈ ജീവിതത്തിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും വിജയം കിട്ടിയാൽ തന്നെ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു അഡീഷണൽ ജോലി സാധ്യത കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഭൗതികമായ അധികാര വിജയം കിട്ടി, അതുപോലും അള്ളാഹിന്റെ സഹായമാണോ എന്നുള്ളത് നമുക്ക് അതിന്റെ എൻഡിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അള്ളാഹു ഖുർആനിൽ നിരന്തരമായി തരുന്ന പാഠം ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം മാത്രം നമുക്ക് തന്നിട്ട് ഈ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി ആ ജീവിതം പൂർണ്ണ പരാജയമാണ് എന്ന് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇസ്ലാമികമായി നോക്കുമ്പം ആ ജീവിതത്തിന്റെ ഓരോ ദിവസവും എന്താണ്, വിജയമാണ് എന്ന് കാണാൻ പറ്റും. എങ്ങനെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം അത്രയും പ്രതിസന്ധിയിൽ അത്രയും വർഷം പിടിച്ചു നിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അമാനുഷികനായതുകൊണ്ടല്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, പ്രവാചകന്മാരുടെ ഇത്തരം സംഭവങ്ങൾ പറയുമ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കും ഇവർ ഭയങ്കര അമാനുഷികരാണ്. അപ്പൊ നമുക്കത് കേൾക്കാൻ സുഖമാണ്. 950 വർഷം നൂഹ് നബി അലൈഹി സ്വലാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തോ ഉള്ള കഴിവ് കൊടുത്തിട്ട് പിടിച്ചു നിന്ന്, അങ്ങനെയല്ല. അദ്ദേഹം അങ്ങേയറ്റം ദൗർബല്യം അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ ആയത്തില് ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ, പടച്ചവനെ ഞാൻ പരാജയപ്പെടുത്തനായി കൊണ്ടിരിക്കുന്നു, ഒന്ന് സഹായിക്കൂ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങേയറ്റത്തെ ദൗർബല്യ നിമിഷമാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാം പിടിച്ചു നിന്നത് ഓരോ പ്രതിസന്ധിയിലും
ഓരോ നഷ്ടത്തിന്റെ നിമിഷങ്ങളിലും ഒരു കുട്ടിയെ പോലെ അള്ളാഹുവിനോട് തിരിഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളും പടച്ചവനോട് പറഞ്ഞുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം പിടിച്ചു നിന്നത് എന്നുള്ളതും എന്താണ് ഖുർആന്റെ പാഠമാണ്. ഖുർആനിലെ സൂറ നൂഹില് അള്ളാഹു ഈ ഒരു നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ കരഞ്ഞ അള്ളാഹിനോട് പിന്നെ എല്ലാ പ്രശ്നങ്ങളും പറയുന്ന നിമിഷങ്ങൾ, ഈ നിമിഷം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും വർഷങ്ങൾ ഓരോ ദിവസവും പുറത്തു പോയിട്ട് മനുഷ്യരെ ഇസ്ലാമിലേക്ക് സത്യത്തിലേക്ക് വിളിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ പിന്നെ ആ പ്രവാചകൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന് എല്ലാ പരാജയവും മനസ്സിലുണ്ടാക്കിയ വേദന വെച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത് കാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ, പടച്ചവനെ ഞാൻ ഈ ജനതയെ എന്ത് ചെയ്തു, രാവിലെയും പകലും രാത്രിയും പകലും എന്ത് ചെയ്തു, വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, പക്ഷെ അവർക്ക് എൻ്റെ ഓരോ വിളിയും അവരെന്നിൽ നിന്നും ഓടി അകലുന്നതാണ് പടച്ചവനെ കാണുന്നത്. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ, ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, ഞാൻ അവരെ പരസ്യമായും രഹസ്യമായും വിളിച്ചു. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈ ഓരോ പരാജയത്തിന്റെ നിമിഷത്തിലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് ഈ പണി നിർത്തുകയല്ല ചെയ്യുന്നത്. ആ ഓരോ പരാജയത്തിന്റെ നിമിഷവും മനുഷ്യരോട് എല്ലാവരോടും കരഞ്ഞു പറഞ്ഞ് തന്റെ ദൗർബല്യം കാണിക്കാതെ ഉള്ളിൽ വന്ന് പടച്ചവനോട് മുസല്ലയിൽ നിന്നുകൊണ്ട് എല്ലാ വിഷമങ്ങളും പറഞ്ഞ് പിന്നെയും പൂർണ്ണ ഊർജത്തോടു കൂടി തിരിച്ചാ പണിയെടുക്കുന്നതിന്റെ ബാക്കി പത്രമാണെന്ത് ഈ 950 വർഷം എന്ന് കാണാൻ പറ്റും. നമുക്ക് ഇതിൽ തരുന്ന വലിയ ഇസ്ലാമിക പാഠം എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യം ബുദ്ധിമുട്ടുള്ളതാണ്. എളുപ്പമാണെന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല, ബുദ്ധിമുട്ടുള്ളതാണ്. ആ ബുദ്ധിമുട്ടിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിജയിച്ചില്ല എന്ന് വരാം, വിജയം കാണൂല, പടച്ചവന്റെ സഹായം കണ്ടില്ല എന്ന് വരാം. പക്ഷെ എന്തൊക്കെ ഉണ്ടാവുമ്പോഴും ഈ ദൗത്യം വിട്ട് ഈ മാർഗം വിട്ട് ഓടുക എന്നുള്ളത് അള്ളാഹു തരുന്ന എക്സ്ക്യൂസേ അല്ല. നമ്മൾ ചെയ്യേണ്ടത് പടച്ചവനോട് എല്ലാ ദൗർബല്യങ്ങളും തുറന്നു പറയുക എന്നുള്ളതാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ പാഠം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ വിജയം ഭൗതികമായ വിജയം കിട്ടാതിരിക്കുമ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് അവനോട് തന്നെ സങ്കടം പറഞ്ഞ് അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. മൂന്നാമത്തെ പാഠം അഭൗതികത എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെള്ളമില്ലാത്തൊരിടത്ത് നിന്നുകൊണ്ടാണ് കപ്പൽ ഉണ്ടാക്കാൻ അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. വലിയ പാഠമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഇസ്ലാമിന്റെ പല നിയമങ്ങളും പാലിക്കുമ്പം ഈ 2025 ഇത്രയും ടെക്നോളജിയൊക്കെ വികസിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നൽ വരാം. ഈ ലിബറലിസത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കുടുംബ സംവിധാനം പ്രാക്ടിക്കലാണോ നമുക്ക് ഡൗട്ട് വരാം. അള്ളാഹ് ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കലാണോ അല്ല കയറി അടിക്കലാണോ ചെയ്യേണ്ടത് എന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടാകും. അള്ളാഹ് പറയുന്നത് വെള്ളമില്ലാത്തിടത്ത് കപ്പൽ ഉണ്ടാക്കാൻ അള്ളാഹ് പറയുമ്പം അതിലൊരു ലോജിക് ഉണ്ട്. ആ യുക്തിയിൽ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ പണി നടക്കുന്നത്. നമുക്ക് തരുന്ന വലിയ പാഠമാണ് എന്ന് കാണാൻ പറ്റും. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാത്തിലും എന്തുണ്ട്, നമുക്ക് മനസ്സിലാകാത്തൊരു യുക്തിയും കാരണവുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അവസാനം എന്ത് ചെയ്യും ഇതിന് വരും. അതിന്റെ ഉദാഹരണമാണ് വെള്ളമില്ലാത്തിടത്ത് പ്രളയം അള്ളാഹു എന്ത് ചെയ്തു കൊണ്ടുവന്നു എന്നുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാം ഈ പണി പറയാൻ എളുപ്പമാണ്. 950 വർഷം ഇങ്ങനെ നിന്നിട്ട് ഒരു മനുഷ്യൻ പണിയെടുത്തിട്ട് ഒരു വിജയവും കാണാതിരിക്കുമ്പം ഒരു വെള്ളവും ഇല്ലാത്തടുത്ത് അയാൾ കപ്പൽ ഉണ്ടാക്കുകയാണ്. എപ്പോഴും ആൾക്കാർ പോകുമ്പോൾ കുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറു മിൻഹു, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്തു കളിയാക്കിക്കൊണ്ടേ ഇരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു എന്ത്, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്ന ഒരു ദിവസം വരും എന്ന ആത്മവിശ്വാസത്തിലാണ് പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ പാഠം. എന്ന് വെച്ചാൽ അഭൗതികമായ സഹായത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി അള്ളാഹിന്റെ നിയമത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വെള്ളമില്ലാത്തടുത്ത് കപ്പൽ തരുന്ന പാഠം. നാലാമത്തെ പാഠം എന്ന് പറയുന്നത് അള്ളാഹിന്റെ സഹായത്തിലുള്ള ആത്മവിശ്വാസമാണ്. അള്ളാഹിന്റെ സഹായത്തിലുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് പ്രളയം വരുന്നത് വരെ നൂഹ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ആ ആത്മവിശ്വാസത്തിൽ നിന്നു. ഖുർആൻ സുന്ദരമായിട്ടാണ് അള്ളാഹിന്റെ സഹായത്തെ കുറിച്ച് പറയുന്നത്. ഈ സൂറത്തിൽ തന്നെ നോക്കുക, ഈ ആയത്തില് വഫതഹ്നാ അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിർ, നാം തുറന്നു എന്നാണ് പറയുന്നത്. ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു. അതുപോലെ തന്നെ വഫജ്ജർനൽ അർള, നാം എന്ത് ചെയ്തു, ഭൂമിയിൽ നിന്നും ഉറവകള് പൊട്ടിച്ചു.
അതേപോലെ തന്നെ തജ്രീബി അയുനിന എന്ന് പറയുന്നത് അള്ളാഹിന്റെ സഹായം വരുന്നതിനെ വളരെ സുന്ദരമായി ചിത്രീകരിക്കുന്ന ഇതാണ്. സൂറ ഹൂദില് ഇതേ സംഭവം ചിത്രീകരിക്കുന്ന ഇതിലും സുന്ദരമായിട്ട് അള്ളാഹു പറയുന്നത് ഹത്താ ഇദാ ജാഅ അംറുന വഫാറത്ത നൂർ, അള്ളാഹിന്റെ അമ്ര വന്നപ്പോൾ ഉറവകൾ പൊട്ടി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പ്രളയം നിൽക്കുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് വഖീല യാ അർളു ബിൽഇ മാഅകി എന്നാണ്. അല്ലയോ ഭൂമി, ഈ വെള്ളം നീ എന്ത് ചെയ്യുക, കുടിക്കുക എന്നുള്ളത്. ഇതാണ് 4ാമത്തെ പാഠം. 5ാമത്തെ പാഠം ആദർശവും കുടുംബവും എന്നുള്ളതാണ്. ആദർശവും കുടുംബവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ഒരു പ്രവാചകന്റെ കീഴിൽ ജീവിച്ച 2 പേരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടിയും. 2 പേർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു തറവാടിത്തവും ഒരു പാരമ്പര്യവും ഒരു നാമവും ഒരാളുടെ പേരും എന്ത് ചെയ്യൂല, ഒരാളെയും രക്ഷപ്പെടുത്തില്ല എന്നുള്ളതിന്റെ വലിയ പാഠമാണ്. എന്ന് മാത്രമല്ല, കുടുംബത്തിന് മുകളിൽ അള്ളാഹ്ക്ക് പ്രയോറിറ്റിയും പ്രിഫറൻസും കൊടുക്കണം എന്നുള്ളത് എന്താണ് ഈ പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ ജീവിതം തരുന്ന വലിയ പാഠമാണ്. അവസാനമായിട്ട് ഈ ആയത്തുകൾ നമ്മളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അത് ഒന്ന്, വലഖദ് തറക്നാഹ ആയത്തൻ ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമുക്ക് മുന്നേ ഉണ്ട്. നമ്മൾ മദ്രസകൾ മുതൽ പഠിക്കുന്നതാണെന്ത്, നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷം ജീവിച്ചു, പിടിച്ചു നിന്നു, പിന്നെ അതേപോലെ തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, ഒരാളും കൂടെ ഉണ്ടായില്ല. ഇത് നമുക്ക് നിരന്തരം നമ്മൾ ധാരാളം കേൾക്കുന്ന ചരിത്രമാണ്. ഇത് നമുക്ക് പാഠമാകുന്നുണ്ടോ? ഹൽ മിൻ മുദ്ദക്കിർ. ഇത് നമുക്കൊരു പ്രശ്നം വരുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം, നമ്മൾ വിഷമിക്കുമ്പം, ഒരു സഹായവും മുന്നിൽ കാണാത്തപ്പം നമുക്ക് പാഠമാകുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പാഠമാകുന്നില്ലെങ്കിൽ പിന്നെ ഖുർആന്റെ ആൾക്കാരാണ്, പ്രവാചകന്മാരുടെ ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നതിൽ എന്തില്ല, വലിയ കാര്യമില്ല. 2ാമത് അള്ളാഹു ചോദിക്കുന്നത് ഫകൈഫ കാന അദാബി വനുദിർ എന്നാണ്. എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പും എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ്. അള്ളാഹിന്റെ ശിക്ഷ നടന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ശിക്ഷ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, ആ സമയം വരുമ്പോൾ അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവും. അതേപോലെ നുദിർ, അള്ളാഹിന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്നുള്ളതും നമ്മുടെ മനസ്സിനെ ഉണർത്തേണ്ടുന്ന ചോദ്യങ്ങളാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്, നൂഹ് നബി ഓരോ പ്രവാചകന്മാരെ നമ്മൾ ഖുർആനിൽ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഉണ്ടാവും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പകർത്താനുള്ള പാഠം അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു മൂല്യം, ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷമയാണ്, തവക്കുലാണ്. ഒരു വെളിച്ചവും മുന്നിൽ കാണാത്തപ്പം, ഒരു വിജയവും മുന്നിൽ കാണാത്തപ്പം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഉറച്ചു നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, അവൻ്റെ മാർഗത്തിൽ ഉറച്ച് ഈമാനോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഈ ഗസ ഒക്കെ പിന്നെ നമ്മുടെ മുന്നിൽ വല്ലാതെ കത്തി നിൽക്കുമ്പം നമുക്ക് വല്ലാതെ വിഷമവും ആത്മവിശ്വാസവും പോകുന്ന ഈ നിമിഷത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രം എടുത്തുകൊണ്ട് ഫഹൽ മിൻ മുദ്ദക്കിർ അള്ളാഹ് ചോദിക്കുകയാണെന്ത്, നിങ്ങൾ എവിടെയാണ് പതറുന്നത്, ഞാനിത് മുന്നേയും പറഞ്ഞു വെച്ചതല്ലേ എന്ന അള്ളാഹിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുള്ളൊരു തിരിച്ചറിവ്, ഈമാനൊക്കെ അള്ളാഹു നമുക്ക് ധാരാളമായി നൽകുമാറാകട്ടെ. അള്ളാഹു പ്രതിസന്ധിയിൽ അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും സഹായവും ധൈര്യവും ഈമാനൊക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.